വയനാട്ടിൽ UDF-ഉം LDF-ഉം ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. ദുരന്തബാധിതരുടെ പുനരധിവാസം വൈകിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ കൂടി UDF പ്രതിഷേധിക്കുന്നുണ്ട്. വിവിധ സംഘടനകളും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണിവരെയാണ് ഹർത്താൽ. M. കമൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കമൽ, ഇതിപ്പോൾ കേന്ദ്ര ഫണ്ട് ലഭിക്കും എന്നുള്ള പ്രതീക്ഷ തുടക്കം മുതൽ തന്നെ വയനാട്ടിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു, നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു നടപടി നമ്മളുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹർത്താലിലേക്ക് പോയിരിക്കുന്നത്. ഇതിപ്പോൾ വ്യാപാര വ്യവസായ ഏകോപന സമിതിയൊക്കെ ഈ ഹർത്താലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ സർവീസുകൾ, യാത്രാ സർവീസുകളുടെ കാര്യത്തിൽ ഈ KSRTCയുടെ സമാന്തര സർവീസുകൾ ഉണ്ടാകുമോ? ഏത് രീതിയിലാണ് ഹർത്താൽ? ഉമൈബാൻ, ഹർത്താൽ പൂർണ്ണമാകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ 6 മണി ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളും ദീർഘദൂര KSRTC ബസ്സുകളും ഒക്കെ ഓടുന്നുണ്ട്. അന്തർ സംസ്ഥാന ദേശീയപാതയാണ്. അതുകൊണ്ട് തന്നെ ബംഗളൂരുവിൽ നിന്നും മൈസൂരുവിൽ നിന്നുമുള്ള കോഴിക്കോട് ഭാഗത്തേക്കൊക്കെയുള്ള ബസ്സുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തെക്കൻ ജില്ലകളിൽ നിന്ന് വയനാട്ടിലേക്ക് വരുന്ന ദീർഘദൂര KSRTC ബസ്സുകൾ, പുലർച്ചെയോടെ എത്തേണ്ട ബസ്സുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ലോറികളും ഒക്കെ ഇപ്പോൾ റോഡിലുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ഗതാഗതം സ്തംഭിക്കാനും അതുപോലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ കടകളൊന്നും തുറക്കാൻ സാധ്യതയില്ല. വാഹന ഗതാഗതവും ഏറെക്കുറെ നിലയ്ക്കാൻ, പ്രത്യേകിച്ച് പൊതുഗതാഗതം ഒട്ടും ഇല്ലാതിരിക്കാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. KSRTCയുടെ ഭാഗത്തു നിന്നും ബസ്സുകൾ സർവീസ് നടത്തുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന വയനാട്ടിലെ 3 ഡിപ്പോകളിൽ നിന്നും ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായും സ്തംഭിക്കാൻ സാധ്യതയുണ്ട്. ടാക്സിയും ഓട്ടോറിക്ഷകളും ഒന്നും തന്നെ നിരത്തിലിറങ്ങാൻ സാധ്യതയില്ല. പൊതുവെ ഈ ഒരു പ്രതിഷേധത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് വയനാട്ടിലുള്ളത്. കാരണം എല്ലാവർക്കും അതിൽ പ്രതിഷേധമുണ്ട്. പ്രധാനമന്ത്രി ദുരന്തം നടന്ന ഒരു 10-ാം ദിവസം തന്നെ പ്രധാനമന്ത്രി ജില്ലയിലെത്തുകയും നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ വലിയ പ്രതീക്ഷയാണ് ദുരന്തബാധിതർക്കും അതുപോലെ ജനങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ധനസഹായം പോലും ലഭിക്കാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട്. ദുരന്തബാധിതർക്ക് അടക്കം ഇത്തരത്തിൽ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു അനുകൂലമായ നിലപാടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് UDF-ഉം LDF-ഉം വേറെ ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ ഹർത്താൽ പൂർണ്ണമായും ജനജീവിതം സ്തംഭിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. കമൽ, ഇതിപ്പോൾ കേന്ദ്രത്തിനെതിരെ 2 മുന്നണികളും ഈ ഹർത്താൽ നടത്തി പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ UDF-ന്റെ ഹർത്താൽ സംസ്ഥാന സർക്കാരിൻ്റെ എതിരെ കൂടിയാണ്. ഈ സംസ്ഥാന സർക്കാരിന് ഏത് തരത്തിൽ അലംഭാവം കാട്ടിയെന്നാണ് UDF-ന്റെ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. UDF നേതാക്കൾ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും പല വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പൊതുവെ ഒരുമിച്ച് നിൽക്കുന്ന നിലപാടാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പുനരധിവാസ പദ്ധതി അത് സമയബന്ധിതമായി പ്രഖ്യാപിക്കുന്നില്ല. അതിൽ കാലതാമസം വരുന്നു. അതുപോലെ ഭൂമി ഏറ്റെടുക്കൽ, ഈ ടൗൺഷിപ്പ് പണിയാനുള്ള ഭൂമി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വ്യവഹാരങ്ങളിലേക്ക് നീങ്ങുന്നു. അക്കാര്യത്തിലൊന്നും സർക്കാർ ഒരു അടിയന്തര സ്വഭാവം കാണിക്കുന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ് UDF-ന്റെ ആരോപണം. അതുകൊണ്ടാണ് UDF കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധത്തോടൊപ്പം സംസ്ഥാന സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് UDF-ന്റെ പ്രതിഷേധ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. T. സിദ്ദിഖ് MLA കഴിഞ്ഞ ദിവസം ഈ ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത് അടിയന്തര പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പോലും തങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ സർക്കാരിന്റെ വീഴ്ചകൾ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് പരിഹരിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടാകുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു മെല്ലെപ്പോക്കാണ് ഉണ്ടാകുന്നത് ഈ കാര്യങ്ങളിൽ. അതിൽ പ്രതിഷേധിച്ചുകൂടിയാണ് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഉമൈബാൻ, കമൽ, ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പ് പ്രതിഷേധം അറിയിക്കുകയാണ് എങ്കിൽ കൂടി ഇതൊരു ജനകീയ ഹർത്താലാണ്, ജനകീയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കമൽ നേരിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ മുണ്ടക്കൈ ചുരൽമല ഈ ദുരന്തം എത്രത്തോളം ബാധിച്ചതാണ്, ആ ദുരന്ത ബാധിതരെ കണ്ടിട്ടുള്ളതാണ്. ഈ കേന്ദ്ര ഫണ്ട് മുടങ്ങി എന്നുള്ളതിലെ ഈ തീരുമാനം വന്നപ്പോൾ അവർ ഏത് രീതിയിലാണ് ഇതിനോട് പ്രതികരിച്ചത്? ഒപ്പം തന്നെ ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നത് ഈ മാസ വാടകയായിട്ടുള്ള, വീടിൻ്റെ വാടകയായിട്ടുള്ള 6000 രൂപ മാത്രമാണ് എന്നാണ് അറിയുന്നത്.
കടുത്ത പ്രതിഷേധവും നിരാശയും തന്നെയാണ് ദുരന്തബാധിതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നമ്മൾ ഈ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പുറത്തു വന്നപ്പോൾ തന്നെ ദുരന്തബാധിതരിൽ പലരെയും നേരിൽ കണ്ടതാണ്. അവരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ നിരാശയും പ്രതിഷേധവുമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. കാരണം പ്രധാനമന്ത്രി നേരിട്ട് അത്തരത്തിലൊരു ദുരന്തഭൂമിയിൽ വരിക, അവരെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുക. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അപ്പോൾ തന്നെ അടിയന്തരമായ ഒരു ധനസഹായം പ്രഖ്യാപിക്കും, പിന്നീട് ഒരു പാക്കേജ് പ്രഖ്യാപിക്കും എന്നൊക്കെ ആയിരുന്നു ആളുകളിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ. ഇന്നലെ പ്രധാനമന്ത്രി എടുത്ത് ഓമനിച്ച നൈസമോളെ നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. അവരുടെ രക്ഷിതാക്കളടക്കം കടുത്ത നിരാശയിലാണ്. കാരണം എല്ലാവരും വലിയ പ്രതീക്ഷയാണ് ഇക്കാര്യത്തിൽ വെച്ചു പുലർത്തിയിരുന്നത്. കാരണം ദുരന്തം നടന്ന 10 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നേരിട്ട് എത്തുന്നു, ഒരുപാട് സമയം അവിടെ ചെലവഴിക്കുന്നു, ആശുപത്രിയിൽ എത്തുന്നു, പരിക്കേറ്റവരെയൊക്കെ നേരിൽ കാണുന്നു. അത്തരത്തിൽ വലിയ ഒരു പ്രതീക്ഷ ആ സന്ദർശനത്തോട് അനുബന്ധിച്ചുണ്ടായിരുന്നു. അദ്ദേഹം അവലോകന യോഗത്തിലടക്കം എല്ലാത്തിനും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുണ്ടാകും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അന്ന് നടത്തിയത്. അതൊക്കെ നൽകിയ പ്രതീക്ഷകൾ വലുതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും ദിവസം പിന്നിട്ടിരിക്കുന്നു, 100-ലധികം ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. പ്രധാനമന്ത്രി വന്നു പോയിട്ട് തന്നെ ഇന്നലെ 100 ദിവസം പൂർത്തിയായിരിക്കുന്നു. എന്നിട്ടും ഒരു പ്രഖ്യാപനവും അടിയന്തര ധനസഹായം പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുനരധിവാസ പാക്കേജിനെ കുറിച്ചൊക്കെയുള്ള ആശങ്ക ഈ ദുരന്തബാധിതർക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിൽ ഈ എന്തായാലും വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് UDF-ഉം LDF-ഉം ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വിവിധ സംഘടനകളൊക്കെ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ ഹർത്താലിന് അനുകൂല നിലപാടാണ് എടുത്തിരിക്കുന്നത്. M കമലാണ് വയനാട് നിന്ന് ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്.